നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകന്റെ മർദ്ദനത്തിനിരയായ ജൂനിയർ അഭിഭാഷക ശ്യാമിലി. തന്നെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ബാർ അസോസിയേഷൻ സെക്രട്ടറി തടഞ്ഞുവെന്നും അവർ ആരോപിച്ചു. ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ബെയിലിൻ ദാസ് ഒപ്പം നിന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഈ പിന്തുണയെന്നും ശ്യാമിലി പറഞ്ഞു. ബാർ കൗൺസിലിനും മറ്റും പരാതി നൽകിയിട്ടുണ്ട്. ഇവർ ഇക്കാര്യത്തിൽ നടപടികൾ എടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ശ്യാമിലി പങ്കുവച്ചു. പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അന്വേഷണത്തിൽ പരാതിയില്ല, തൃപ്തിയുണ്ട്. ബാർ കൗൺസിലിന് ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. നിയമ നടപടിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. എല്ലാ ഭാഗത്തു നിന്നും പിന്തുണ കിട്ടുന്നുണ്ട്, ശ്യാമിലി പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും ശ്യാമിലി മാധ്യമങ്ങളോട് പറഞ്ഞു. വക്കീൽ ഓഫീസിൽ നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്നും അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും ബാർ അസോസിയേഷൻ സെക്രട്ടറി അടക്കമുള്ള അഭിഭാഷകർ പറഞ്ഞു. ഈ സമയത്ത് നിരവധി അഭിഭാഷകർ ഓഫീസിലുണ്ടായിരുന്നു. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് നിയമപഠനം പൂർത്തിയാക്കിയത്. അഭിഭാഷക ജോലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പഠിച്ചത്. മുഖത്തേക്ക് ഫയൽ വലിച്ചെറിഞ്ഞെന്ന് സഹപ്രവർത്തകയായ അഡ്വക്കേറ്റ് മിഥുനെയാണ് നുണ പറഞ്ഞത്. സത്യാവസ്ഥ അന്വേഷിക്കാതെ ഓഫീസിൽ വരേണ്ടെന്ന് സീനിയർ പറഞ്ഞു. ഇത് പ്രകാരം താൻ 2 ദിവസം ഓഫീസിൽ പോയില്ല. വെള്ളിയാഴ്ച വിളിച്ച സീനിയർ അബദ്ധം സംഭവിച്ചെന്ന് പറഞ്ഞതായും ശ്യാമിലി വ്യക്തമാക്കി. ഇതിനിടെ ബെയിലിനെ ബാർ അസോസിയേഷന്റെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി പ്രസിഡന്റ് പള്ളിച്ചൽ SK പ്രമോദ് അറിയിച്ചിട്ടുണ്ട്. മർദ്ദനമേറ്റ അഭിഭാഷകയ്ക്ക് നിയമസഹായവും നൽകും. സ്ഥലത്തെത്തിയ പോലീസിനെ ഭാരവാഹികൾ തടഞ്ഞെന്നത് ആരോപണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്.